ചൂട്ട് ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചു തീ പിടിപ്പിക്കാൻ വേണ്ടി എളുപ്പത്തിന്. തീ പിടിപ്പിക്കാൻ ഒരു സാധനം ഉണ്ട്, എളുപ്പമാണ്. തീ പിടിച്ചോ? വെള്ളം എടുത്തിട്ടില്ല അതിനകത്ത്. എന്ന് പറയാൻ ഇന്നലെ ചപ്പാത്തിയായിരുന്നോ? ഇനി ഞാൻ ചപ്പാത്തിയായിരുന്നോ? അതിന് മുന്നേ ചപ്പാത്തിയായിരുന്നോ? ഇന്നും ചപ്പാത്തി, ഇന്നും ചപ്പാത്തിയും പരിപ്പുവാണോ? ഇതെന്നാ ജയിലാണോ? പരിപ്പും തക്കാളി. ഇന്നും ചപ്പാത്തിയും പരിപ്പാണോന്ന് ചോദിച്ചത്. ചപ്പാത്തിയാണോ? ഇന്നലെ പറഞ്ഞ പുട്ട് വേണോന്ന് പറഞ്ഞു, പുട്ടുണ്ടാക്കി. ഇന്നെന്നാ വേണ്ട നിനക്ക്? ബന്ധുവോ? പോയടി തെലുങ്കൊക്കെ പറയാ. ചേട്ടാ, നമ്മൾ ഡ്രസ്സ് ഇടുന്നത് നമ്മുടെ ഒരു സൗകര്യം അനുസരിച്ചാണ്. എനിക്ക് തന്നെ ഇഷ്ടം ഒരു ഇതാണെന്നറിയോ, കാക്കമണ്ണേറ്റ് ചെയ്ത്. ആ 10 രൂപ തിരിച്ചു വെച്ചേ. വെള്ളം എടുത്തല്ലേ? അമ്പലത്തിൽ പോവാണ്. ചേട്ടാ കിടന്നുറങ്ങുന്നു. ചേട്ടാ കൊച്ചിനെ ഉറക്കാൻ കിടത്തിയിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ വീഡിയോ എടുക്കാൻ ആരുമില്ല. എൻ്റെ വീഡിയോ ഞാൻ തന്നെ എടുക്കുകയാണ്. ഞാൻ അമ്പലത്തിൽ പോവുകയാണ്. ഇന്ന് അവിടെ ഉത്സവമാണ്. ഉത്സവ ബലിയും പിന്നെന്താ വരുന്നു, അന്നദാനവും. ഞങ്ങൾ രണ്ടുപേരും പോക്ക് നടക്കുകയില്ല. കാരണം ശാംഭവിയെയും കൊണ്ടും പോക്ക് നടക്കുകയില്ല. ഒന്നാമത് ഭയങ്കര വെയിലാണ്. പിന്നെ അറിയാമല്ലോ, അവളെ കൊണ്ടൊന്ന് പോകണം. അതിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നടക്കുകയില്ല. അതുകൊണ്ട് ചേട്ടായി ഏൽപ്പിച്ചിട്ട് ഞാൻ പോവാണ്. പോയിട്ട് വരാം. അതുകൊണ്ട് എൻ്റെ വീഡിയോ എടുക്കാൻ പോലും ചേട്ടായിക്ക് സമയമില്ല. എന്താണാവും. സെൻസസ് എടുക്കാം. അമ്പലക്കുറി വെച്ചോ? അപ്പ നോക്ക്, എല്ലാം ഉറങ്ങി. അവളെ പാലോടെ വെച്ചിട്ടാ മതി. ആ മുടിയെ പിടിച്ച് വലിക്കല്ല. മുടിയെ പിടിച്ച് വലിക്കാതെ. മുടിയെ പിടിച്ച് വലിക്കുന്നു. വിരുന്നുകാരിപ്പോ കൊണ്ടുപോയേനെ. ചൂടാണ്. കൂടാ പോനാ വേണ്ട. അമ്മയുടെ തൊടാൻ പോലും പറ്റത്തില്ല. ഇത് ഞാൻ കുറച്ച് വെക്കാം. ഇതിനകത്ത് ഞാൻ കുറച്ച് വെച്ചേക്കാം. വിഷയം എന്നാ ഒന്നുമില്ല. നിനക്ക് വിഷയമുണ്ടോ?
എനിക്കെന്നാ വിഷയം നമുക്ക് ഗാനമേളയ്ക്ക് പോകണമെന്ന് പറഞ്ഞു, നീ പോകണ്ടെന്ന് പറഞ്ഞു, മഴയൊക്കെ ഇരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം പോയത് നിങ്ങൾ ഗാനമേളയ്ക്ക്? പിന്നെ എന്നാ പരിപാടിക്ക് പോയി ഉത്സവത്തിന്? ഞങ്ങൾ ഞാനും നാരായണി കൂടെ മാത്രം കഥകളിക്ക് പോയി. കഥകളിയും കണ്ട് ഞങ്ങൾ ഒരു 12 മണിയാകുമ്പോൾ തന്നെ തിരിച്ചു പോകും. അതൊക്കെ അതിനിടയ്ക്ക് ഒന്നും സംഭവിച്ചില്ല? നാരായണി അതിന് മുന്നേ അങ്ങാണ്ട് ഒരു ഗാനമേള ഉണ്ടായി. അപ്പൊ നാരായണിയുടെ കൂട്ടുകാരും നാരായണിയുടെ കൂട്ടുകാരുടെ അമ്മയും വിളിച്ചോണ്ട് പോയിട്ട് അവിടെ പോയി അവളുമാരി അതൊക്കെ അവിടെ പോയി മാറി ഡാൻസ് കളിക്കായിരുന്നു. ഞാൻ നോക്കണ കണ്ടില്ല. കൊപ്പത്തില് നീ ഇവിടെ കൊണ്ട് ഗാനമേളയ്ക്ക് പോകാനിരിക്കുകയാണ്? പോകണ്ടെന്ന് പറഞ്ഞത് ഞാൻ പോകുന്നില്ല, എനിക്ക് താല്പര്യമില്ല. കരയേണ്ട ആവശ്യമില്ല. എനിക്ക് തന്നെ വേണേ പോകാൻ അറിയാൻ മേലേണ്ടല്ലോ, തൊട്ടടുത്തല്ലേ. തന്നെ പോകാൻ താല്പര്യമില്ല. തന്നെയാണ് ഞാൻ ഫ്രീ ആയി. നീ ഇവിടെ എന്നെ ആരും നോക്കേണ്ട ആവശ്യമില്ല. അതിലൊക്കെ അറിയാവുന്നവരുണ്ടാവും. ഗാനമേളയുടെ ആ നോട്ടീസ് ഒന്ന് വായിച്ചാൽ ആദ്യം. നോട്ടീസില്ലല്ലോ. എന്തോ സാധനം അമ്മമാര് തന്നെന്ന് പറഞ്ഞില്ലേ? അത് എടുത്തേ, ഒന്ന് വായിച്ചേ. മൊത്തം വായിക്കുന്നത് പിടിച്ചെടുക്കും. ഞാൻ പിടിച്ചെടുക്കാം. ഭക്തജനങ്ങളെ, ദേശാധിപനായ പാർത്ഥസാരഥി ഭഗവാന്റെ തിരുവുത്സവം ഈ നാട്ടിലെ മുഴുവൻ ഹൈന്ദവ സമൂഹത്തിന്റെ നാനാജാതി മതസ്ഥരുടെയും സഹായ സഹകരണത്തോടെ കാലങ്ങളായിട്ട് ആചാര അനുഷ്ഠാനങ്ങളോടെയും വർണ്ണാഭമായ ആഘോഷങ്ങളോടെ നടത്തി വരുന്നതാണ്. മുൻകാലങ്ങളിലെല്ലാം ക്ഷേത്രോത്സവം നോട്ടീസ് അടിച്ചും രസീത് അടിച്ചും പൊതുജനങ്ങളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിച്ചും ഉദാരമതികളായ സ്പോൺസർമാരെ കണ്ടെത്തിയും ഉത്സവത്തിന് ആവശ്യമായ പണം കണ്ടെത്തിയിരുന്നത്. ക്ഷേത്ര ഉപദേശക സമിതിയിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന പ്രസിഡന്റും സെക്രട്ടറിയും അടങ്ങുന്ന ഭരണസമിതി ഓരോ ഉത്സവം കഴിയുമ്പോഴും അതിന്റെ കൃത്യമായ വരവ് ചിലവ് കണക്കുകൾ ഓഡിറ്റിംഗിന് ശേഷം ദേവസ്വം ബോർഡ് സമർപ്പിച്ചിരുന്നു. ഈ പ്രക്രിയ കഴിഞ്ഞ ഉപദേശക സമിതി നിലവിലുണ്ടായിരുന്ന സമയം വരെ മുടങ്ങാതെ നടന്നു വന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം 2024 ക്ഷേത്രോത്സവം അറിയിപ്പുകളും ആഘോഷങ്ങളും ഒന്നും തന്നെ ഇല്ലാതെയാണ് ദേശവാസികളെ പങ്കെടുപ്പിക്കാതെയും ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തുകയാണ് ഉണ്ടായിരുന്നത്. ദേവസ്വം ബോർഡിന്റെ മേൽ പറഞ്ഞ പ്രവൃത്തിയിൽ പ്രദേശവാസികളായ ഭക്തജനങ്ങൾ ആരും തന്നെ തൃപ്തരല്ല. ഈ കൊല്ലം 2025 മേൽ പറഞ്ഞ രീതിയിൽ തന്നെ ഉത്സവം നടത്തുവാനുള്ള തീരുമാനവുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോവുകയാണ്. ഈ സാഹചര്യത്തിൽ ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള കാരണവും അതിന്റെ സത്യാവസ്ഥയും ഭക്തജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട് എന്ന് ക്ഷേത്ര മുൻകമ്മിറ്റി അംഗങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാലാണ് ഈ നോട്ടീസ് ഇറക്കുന്നത്. 2023-24 ഉത്സവം ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തുവാനുണ്ടായ സാഹചര്യം അംഗങ്ങളുടെ മെമ്പർഷിപ്പ് പുതുക്കിയില്ല എന്ന സാങ്കേതികതയിലാണ്. ഈ മെമ്പർഷിപ്പുകൾ 2012 വിതരണം ചെയ്തത്. 2012 മുതൽ 2023 വരെ ഇതേ മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്സവം ഭംഗിയായി നടത്തിയിരുന്നത്. സമീപ പ്രദേശത്തുള്ള ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ചില ക്ഷേത്രങ്ങളിൽ മെമ്പർഷിപ്പ് പുതുക്കാതെ തന്നെ ഉത്സവം നടത്തുവാൻ ഉദ്യോഗസ്ഥർ അനുമതി നൽകിയിരുന്നത് വിരോധാഭാസമായി നിലനിൽക്കുന്നു. മേൽ വിവരിച്ച സാഹചര്യത്തിൽ 2024 ജൂൺ മാസത്തിനുള്ളിലായി 30ഓളം ഭക്തജനങ്ങൾ 100 രൂപ ഫീസ് അടച്ച് മെമ്പർഷിപ്പ് പുതുക്കിയിരുന്നു. 2025 വർഷവും തിരുവുത്സവം നടത്തുന്നതിനായി പൊതുയോഗം മുൻപേ തന്നെ വിളിച്ചുകൂട്ടി കമ്മിറ്റി രൂപീകരിക്കണമെന്ന് ദേവസ്വം ഉദ്യോഗസ്ഥരോട് നിരവധി തവണ ആവശ്യപ്പെട്ടു. എന്നാൽ വളരെ കാലതാമസം വരുത്തി ഡിസംബർ മാസം മാത്രമാണ് പൊതുയോഗം വിളിച്ചു ചേർത്തത്. തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിക്ക് ദേവസ്വത്തിന്റെ അംഗീകാരവും ധനശേഖരണത്തിന്റെ രസീത് സീൽ ചെയ്ത് കിട്ടുവാനും കാലതാമസം നേരിടുന്നതാണ്. ജനുവരി 31 കൊടിയേറി ഉത്സവം ആഘോഷാദികളോടെ നടത്തണമെങ്കിൽ ഏകദേശം 10 ലക്ഷം രൂപയോളം ഭക്തജനങ്ങളിൽ നിന്നും അനുചിതരായ സ്പോൺസർമാരെ കണ്ടെത്തി സമാഹരിച്ചാലേ സാധ്യമാകത്തുള്ളൂ. കൂടാതെ ഉത്സവവുമായി ബന്ധപ്പെട്ട മറ്റ് കലാപരിപാടികളും ഘോഷയാത്ര വർണ്ണശലഭമാകുന്നതിനുള്ള റോഡ് ഷോ മുതലായവ 2 മാസമെങ്കിലും മുൻകൂറായി ബുക്ക് ചെയ്താൽ മാത്രമേ നടത്താൻ സാധിക്കത്തുള്ളൂ. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും വലിയ തുക കണ്ടെത്താൻ കഴിയില്ല എന്ന തിരിച്ചറിവ് കൊണ്ടാണ് ഉപദേശ സമിതി അംഗങ്ങൾ ഉത്സവ കമ്മിറ്റി രൂപീകരിക്കുന്നതിന് ഡിസംബർ 22 തയ്യാറാവാതിരുന്നത്. 2 മാസമെങ്കിലും മുന്നൊരുക്കം വേണ്ടി വരുന്ന വളരെ ഉത്തരവാദിത്വമുള്ള ഒരു ക്ഷേത്രോത്സവത്തിന് മതിയായ പ്രവൃത്തി ദിനങ്ങൾ ലഭിക്കാത്തതാണ് മാത്രമാണ് ഉത്സവം നടത്തുന്നത്. ക്ഷേത്ര ഉപദേശ സമിതി അംഗങ്ങൾ വിട്ടുനിന്നത്. ഈ വിവരം കമ്മിറ്റി രൂപീകരണത്തിന് ഏർപ്പെട്ട ഉദ്യോഗസ്ഥരെ നേരിട്ട് അറിയിച്ചിട്ടുള്ളതാണ്. ഈ യാഥാർത്ഥ്യങ്ങൾ ഭക്തജനങ്ങളുടെ അറിവിലേക്ക് സമർപ്പിക്കുന്നതിനോടൊപ്പം അടുത്ത വർഷം മുതൽ കാലേ കൂട്ടി കമ്മിറ്റി വിളിച്ചു കൂട്ടണമെന്നും ഭരണസമിതിയെ തിരഞ്ഞെടുക്കണമെന്നും ഭഗവാന്റെ തിരുവുത്സവം ആഘോഷകരമായി കൊണ്ടുപോകാനുള്ള അനുകൂല സാഹചര്യം ഒരുക്കണമെന്നും ദേവസ്വം ബോർഡ് അധികാരികളോട് അഭ്യർത്ഥിക്കുന്നു എന്ന് മുൻ കമ്മിറ്റിക്ക് വേണ്ടി ഉപദേശക സമിതി അംഗങ്ങൾ. അവര് തന്നെ വിട്ടില്ല. എന്നെ ഇത് ശാപവി
നീ നമ്മളന്ന് ഉത്സവം ശ്യാമളമ്മയുടെ കെട്ടുപുറക്കിന് പോയത് ഓർമ്മയുണ്ടോ? അന്ന് അവിടെ കിടന്ന് വെച്ച കോലാഹലം ഓർമ്മയുണ്ടോ? എന്തുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോകാത്തെ? മുട്ടായി ചോദിക്കുന്ന മാത്രമാണോ? പിന്നെ കടയിൽ പോകുന്നത് മാത്രമാണോ? പിന്നെ ഒന്നും ചെയ്യുന്നില്ലേ? ഇത്രയും പക്വതയുള്ള ഒരു കൊച്ച അവിടെ ചെന്ന് കഴിയുമ്പോ കാണിക്കുന്ന അവസ്ഥ നേരെ അങ്ങ് പോവാണോ? ഇവിടെ ഇരുന്ന് കേൾക്കാം ഗാനമേള കേട്ടോ, ഒച്ച കേട്ടോ. നീ ഇവിടെ നിന്ന് കേട്ട് ഇവിടെ നിന്ന് തുള്ളു. എവിടെ അപ്പ പോകണ്ടെന്ന് പറഞ്ഞിടത്ത് നമ്മളെ ധിക്കരിച്ചു പോകുന്നത് ശരിയല്ല. 10ാം ക്ലാസ്സൊക്കെ അല്ലേ, എനിക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് ഇന്ന് അവളോട്ട് പഠിക്കാൻ പോയപ്പോൾ അവള് പറഞ്ഞ ഇന്നലെ വരെയുള്ള ഫുള്ള് പഠിച്ചേക്കോ, ഇനി പഠിക്കാനില്ലെങ്കിൽ ഞാൻ എന്നെ പഠിക്കുമെന്ന് ചോദിച്ചത്. അപ്പൊ എപ്പോഴും ഉറപ്പല്ലേ? A+ ഉണ്ടാണല്ലേ ഇല്ലെന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. പോകണ്ടെന്ന് പറഞ്ഞാൽ റിസ്ക് എടുത്ത് ഞാൻ കൊണ്ടുപോകത്തില്ല. റിസ്ക്കും എടുക്കാൻ പറ്റത്തില്ല. ഒരു അവസരം തരാം, അപ്പ കൂട്ടി കൊണ്ടുപോകും. അത് വരത്തില്ല അവള്, അതിന് പോയിരിക്കുന്നത്. ഞാൻ ശാമ്പോ വിടുന്ന ആളുകൾ കണ്ടോണ്ട് ഇങ്ങനെ പാമ്പിടിച്ച് ഇറങ്ങിയിട്ടുണ്ടോ? അത് ശരിയാ. അപ്പൊ കൊണ്ടാണെങ്കിൽ കൊണ്ടുപോയിക്കോ എന്റെ കുഞ്ഞിനെ. അപ്പൊ കൊണ്ടുപോയില്ലല്ലോ എന്റെ കുഞ്ഞിനെ. അവിടെ കിടന്ന് അലമ്പുണ്ടാക്കുമ്പോ നീ അവിടെ കിടന്ന് എന്നെ ബഹളമായിരിക്കും. എന്റെ കൂടെ വന്ന് അലമ്പൊന്നും ഉണ്ടാക്കത്തില്ല. കൊണ്ടുപോയി എന്റെ കുഞ്ഞിനെ. നിങ്ങൾ 3 പേരും കൂടെ പോകും. അങ്ങനെ അവള് വരത്തില്ല. എന്നോട് എന്തിനാ പറയുന്നത്? നീ മുട്ടായി വീട്ടിൽ നമുക്ക് പോയാലോ? ഞാൻ പോയി പോയത് എന്നാ പിടിക്കുന്നത്? 10ാം ക്ലാസ്സിൽ അപ്പോഴൂടെ പോയിട്ടുണ്ട്. താല്പര്യമില്ല അവർക്ക്. ഒച്ച കേൾക്കുന്നില്ലായിരുന്ന കുഴപ്പമില്ലെന്നോ? എടി ഒച്ച കേൾക്കുന്നുണ്ടെങ്കിലില്ല കുഴപ്പമില്ലാതെ. ഇവിടെ സൗണ്ട് ഉണ്ട്. പിന്നെ ഒച്ച കേൾക്കുന്നില്ലായിരുന്ന കുഴപ്പമില്ലായിരുന്നു. ഒച്ച കേൾക്കുന്നുണ്ടല്ലോ. പിന്നെ ഇവിടെ കേട്ടാ പോരെ. സൂപ്പറല്ലേ? ശിവരാത്രിക്ക് വരൂല എന്നാ നാരായണ സ്കൂളിൽ എത്തത്തില്ല. 8 മണി എന്റെ പൂട്ടിനെ പറ്റും. നീ എവിടെ വേണം പോക്കും? എന്റെ അപ്പം എനിക്കറിയത്തില്ല. അപ്പൊ പോണ്ടെന്ന് പറഞ്ഞത് ഞാൻ എനിക്കതറിയത്തില്ല. പോയി പാവം കുറച്ച് ഇന്നസെന്റ് പറഞ്ഞു വിടൂ. ശരിയാണോ തെറ്റാണോ ഒരുമാതിരി ആടി കളിക്കരുത്. തുടങ്ങാറായി. നിന്റെ അപ്പഴോട് എനിക്കറിയില്ല. എന്നെ വീട് എന്നെ കാല് ക്യാമറ ആയിട്ട് പോക്കോ. ഞാൻ കൊണ്ടുപോകത്തില്ല. എനിക്ക് താല്പര്യമില്ല. സ്റ്റാൻഡ് വേണ്ട എനിക്ക്. അന്നൊക്കെ ഞാൻ കൊണ്ടുപോയിക്കോളാം. ജയ വരത്തില്ല ക്യാമറ കൊണ്ട്. നിന്നെ ആകുമ്പോ അവക്ക് പറ്റിക്കാം. എന്നെ പറ്റിക്കാം. 4 പേർ കൂടെ പോയേക്കാം. സ്റ്റേജിൽ കയറി ഇവള് പാട്ട് പാടാം. ഇവിടെ മുറ്റ ഡാൻസ് ആയിരിക്കുന്ന ശാമ്പോ. അടി തുടങ്ങി കഴിഞ്ഞ് പോയാൽ മതി. അപ്പൊ എന്നാന്നറിയോ, കൂട്ടുകാരെ ഒന്നും കാണാൻ പറ്റിയല്ല. ഒന്ന് 2 പാട്ടും കേട്ടിട്ടെങ്കിൽ പോരാ. അതെങ്ങനെയുണ്ട് ഐഡിയ? അവള് കളിക്കുന്നുണ്ടോ? അവള് കളിക്കുന്നത്
ഒരു പാട്ടേ ഇവിടുന്ന് കേട്ടിട്ട് പോയാൽ മതി. വേണം ഒരു ഐഡിയ ഞാൻ പറയാം. നമുക്ക് രണ്ടുപേരും കൂടെ പോയിട്ട് ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ച് ഞാൻ വന്നിട്ട് നീ താഴെ നിന്നാൽ മതി റോഡി. എന്നിട്ട് വിടാം. എടി ചാമ്പേ ഉണ്ടായില്ലേ അവിടെ അലമ്പുണ്ടാക്കാതെ. ഓരോരുത്തരാണോ? പോകുന്നുണ്ടെങ്കിൽ ഒരു 2 പാട്ട് കഴിഞ്ഞിട്ട് പോകും. പാട്ട് കേൾക്കാനല്ലെന്ന്. എന്നാ ഒച്ച കേൾക്കുന്നില്ല. പാട്ട് തുടങ്ങട്ടെ. അപ്പൊ പറയണ്ട, ഒരുങ്ങാൻ പോലും തുടങ്ങിയിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ ശാമ്പു കൂടെ പോയിട്ടില്ല. നിങ്ങൾ ഇവിടെ നിന്ന് കേൾക്ക്. എന്നിട്ട് ഞങ്ങൾ കഥ പറയാൻ വന്നിട്ട് അല്ല വീഡിയോ എടുത്തോണ്ട് അപ്പച്ചോട് പോയിട്ട് വാ. പോയിട്ട് വാപ്പയുടെ കൂടെ. അതല്ലേ എനിക്കറിയില്ല. കണ്ണുനീരൊക്കെ വന്ന് താഴെ വന്നിരിക്കുന്നു. കരയുന്നടി. കൂട്ടുകാരാരാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നോട് എന്താ പറയുന്നേ? വീട്ടിലെ ഗ്രഹനാഥൻ പറയുന്നത് ഞാൻ കേൾക്കത്തുള്ളൂ. അങ്ങനെ ഡിവോഴ്സ് ഗാനമേളയ്ക്ക് പോയതുകൊണ്ട് ഡിവോഴ്സ് ചെയ്യാൻ പറ്റുമോ? എന്നാ കേസെന്നറിയോ? നിന്നെ കൊണ്ട് അവിടുന്ന് പറ്റിച്ചിട്ട് ഇവക്ക് ജാടിപ്പോ അവിടെ ചെന്ന്. എന്റെ അടുത്ത് ആ പരിപാടി നടക്കുകയല്ല. നീ പോയടി. എന്നതാണ് എനിക്ക് സത്യം തലവേദന എടുക്കുന്നു. പോയാ മതിയായിരുന്നു. പറയടേ ഗാനമേളക്ക് പോണോ? ഞാൻ വന്നതല്ല. ഇവള് വീടൊക്കെ തകർക്കുന്നു. അപ്പൊ നോക്കുവാണെങ്കിൽ മാത്രം കൊണ്ടുപോയാൽ മതി. അല്ല എന്റെ കൊച്ചിനെ ഞാൻ കൊണ്ടില്ല. കേട്ടോ അവള് പറഞ്ഞതാ ഞാൻ അടങ്ങിയിരിക്കും, ഒരു അലമ്പും ഉണ്ടാക്കത്തില്ല. പിന്നെ ഓടി ഇവിടെ ഇരിക്കും. നമുക്ക് എന്നാടി പേടിയാണോ? അതിപ്പോ ഞാൻ ചെയ്യാനാ ആ വീഡിയോ അല്ല. ഏഴ് മണിക്കോ? സ്റ്റേജോ? അതല്ല, അത് അമ്പലം. അത് മറ്റേ ലൈറ്റ് ആയിരിക്കും, കളർ ലൈറ്റ് ഒക്കെ. എന്നാ തരം വേക്കോ?
തുടങ്ങിക്കോട്ടെ നിനക്കെന്നാ അവിടെ കയറുന്നത് ലാപ്പ് അവിടെ പോവാ വീട്ടിൽ പോകണോ വേണ്ട അച്ഛനും മുളങ്ങ യാത്ര അമ്പലത്തിൽ കയറി പോയിട്ട് പോരാ ആ അമ്പലത്തിൽ പോയി ആ പിന്നെ പറ്റായിക്ക് വന്നാണല്ലോ. നല്ല സാധനമാണല്ലോ കൂട്ടിൽ ഞങ്ങൾ എന്നല്ലേ മേളിൽ കേട്ടിറങ്ങി വന്നാലും ഇല്ല വന്നില്ല ആണോ? ഇവിടെ ഉണ്ടോ ഓ ഇല്ല, ഇവിടെ ഉണ്ട്. ആ ഇപ്പൊ പരിപാടി ദിവസവും അമ്പലമൊന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ പിന്നെ എന്നോട് ചുമ്മാ വന്നാ അമ്പലം തുറന്നിരിക്കണോ പിന്നെ ആ അടുത്തിട്ട് ആ ചേച്ചി ഇല്ല തൊഴുതില്ല അവള് വന്നില്ല ഞങ്ങളുണ്ടോ ഒന്നുമില്ല അവളെ അറിയോ ഗാനോടെ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ ഓ ഞാനാണ് ചെയ്തേ കോപ്പറേറ്റ് ഗാനോടെ മാത്രമല്ല അല്ലേ ആ വന്നു ആ ഏ 10 മണിയാകുമ്പോൾ ആണോ ആ ആ ആ ചുമ്മാ അറിയാം ആ നിങ്ങൾ പോവാണോ അതോ ഉണ്ടോ വന്നേ ഉള്ളൂ ആ വന്നോ തൊഴുതില്ല ആ അത് ശരി ആ ഇതായിരിക്കും ഇതാണ്ട് ഇതുണ്ടായിരുന്നോ ചുമ്മാ ഇറങ്ങി പത്തിൽ. ഇല്ല അവള് വന്നില്ലേ കൊച്ചു കണ്ടോ ആ അല്ല അവള് ശരി ഓ കുറവാ എല്ലാവരും ഇപ്പൊ ജയുടെ ആൾക്കാരാണല്ലോ മൊത്തം കേട്ടോ? ആ എന്നാ വന്നില്ല അവള് വന്നില്ല കൊണ്ടാട്ടി വന്നില്ല അവളെ ഷാമ്പൂ ആയിട്ട് അവിടെ ഇരിക്കുന്നത് ഞങ്ങള് കുറച്ച് കഴിഞ്ഞ് പോവാണെങ്കിൽ വരും ഞാൻ വരുവാ കയറ് മനസ്സിലായോ? ആരാ മനസ്സിലായോ വർത്താനം പറഞ്ഞു ജാതമ്മയുടെ ആരെങ്കിലും ആണോ? ആ ഞാൻ അങ്ങോട്ട് അവിടെ തൊഴുതില്ല. തൊഴുതുവാ
അത് വേണ്ട എൻ്റെ അടിയാണോ എന്നാ ജയ ഇപ്പോൾ വരും ചിലപ്പം ഞാൻ പോയാലേ വരത്തുള്ളൂ. ആ എന്നാ പരിപാടി ആണോ? ആ ഓ എന്നാ ചുമ്മാ കറക്റ്റ് എന്നാ ആണോ? ആര് എവിടെ ഉണ്ട്? വീട്ടിലുണ്ടോ? അവിടെ ഞാൻ ചെല്ലുവാണോ വരും. നിങ്ങൾ പോവാണോ? പോവാൻ നിൽക്കുവാണോ? സുധി ഇപ്പം വരുമോ? ആ ഇന്ന് വന്നാണോ സുധി? ഉണ്ടായിരുന്നോ? അത് ഇന്ന് പോകാനായിട്ടില്ല. അമ്പലത്തിലൊക്കെ വന്നു. പിന്നെ വെള്ളം തീർന്നാൽ വെള്ളം പറ്റി വെള്ളം ഇറങ്ങാമായിരുന്നു. അപ്പൊ വൈകുന്നേരം ആയപ്പോഴാണ് വെള്ളം ഇറക്കി. കാരണം അവനെ കുളിക്കാൻ നേരം കിട്ടിയില്ല. വെള്ളം തീർന്നില്ല. എന്നാലും നേരത്തെ ഇച്ചിരി അങ്ങ് ഞാൻ പോയി കഴിഞ്ഞാൽ പാടില്ല. അന്ന് വയ്യാണ്ടായിരുന്നു. നിങ്ങൾ പോകണം. ഞങ്ങൾ പോവാണെങ്കിൽ ജയ വരും. അല്ല ജയന്തർ തന്നെ വരില്ല. ഇവരുണ്ടോ വരും. ആണോ? ആ അത് ശരി. അപ്പൊ അവള് വരാൻ കുഴപ്പമുണ്ടാക്കിയല്ലോ. അവളെ ഓ അത് പിന്നെ വലിയ വിഷയമില്ല. എന്നാലും മതി. ഈ ചേച്ചി അറിയാൻ പോലെ കണ്ടിട്ടുണ്ടോ? താഴെ ഈ നമ്മൾ മറ്റേ സ്റ്റേജ് അല്ല, അതിനപ്പുറത്തെ സൈഡിലാന്ന് തോന്നുന്നു. ആ ഇവിടെ നോക്കിയാൽ കാണാം. ജയല്ലേ ഇവിടെ എപ്പോഴും വരുന്നത്, അതുകൊണ്ടാണ്. ആ അല്ല ഏവർക്കും സ്നേഹോഷ്മളമായ സ്വാഗതം. പുതിയല്ലേ പോയ
അടിപൊളി. അങ്ങനെ വരട്ടെ. ഇന്നത്തെ ദിവസം മുണ്ടകയം ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ സച്ചിൻ ജയരാജും അതോടൊപ്പം തന്നെ ടോപ്പ് സിംഗർ റിയാലിറ്റി ഷോ ഫെയിം ആൻ ബെൻസനും ചേർന്ന് നയിക്കുന്ന സംഗീത ദിശയിലേക്ക് ഏവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ കലാകാരന്മാരും നമുക്ക് എല്ലാവർക്കും ഒരുപാട് സുപരിചിതരായിട്ടുള്ള റിയാലിറ്റി ഷോയിലൂടെയും എല്ലാം ഏറെ ശ്രദ്ധേയരായിട്ടുള്ള താരങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന ഗായകരും എല്ലാം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ഗായകരാണ്. നിങ്ങൾ എല്ലാവരുടെയും നല്ല രീതിയിലുള്ള ആസ്വാദനവും പ്രോത്സാഹനമൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാമിന്റെ ആദ്യ അവസാനം വരെ നിങ്ങൾ എല്ലാവരുടെയും നല്ല രീതിയിലുള്ള ആസ്വാദനവും പ്രോത്സാഹനവും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അത് തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ കലാകാരന്മാർക്കും ഒരു ഗംഭീര പരിപാടി നിങ്ങൾക്ക് വേണ്ടി അണിയിച്ചൊരുക്കാനുള്ള ഒരു ഊർജ്ജമായിട്ട് ഒരു നല്ല കയ്യടി ആദ്യമേ തന്നെ എല്ലാവരും ചേർന്ന് തരാമോ? താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട്. ജയ അവള് വരിക അവള് വരും ചിലപ്പോൾ. ഞാൻ ഇവിടെ നിന്ന് അവൾക്ക് വരാൻ പറ്റില്ല. എങ്ങനെയുണ്ട് അമ്മ? ഞാൻ പോയെങ്കിലേ അവൾക്ക് വരാൻ പറ്റുള്ളൂ. ഒരുങ്ങി നിൽക്കുവാണ്. ചുമ്മാ നമ്പർ ഇട്ടില്ല നമ്മൾ വരണ്ടാണല്ലോ. പിന്നോടാ എന്നാ ഇപ്പോൾ വരുവാ. ഓ അന്നെ കാണാനോ? നീ പോര്. എന്നാ നീ അവൾക്ക് അവിടെ ടി വി വെച്ച് കൊടുത്തിട്ടേ ഉറങ്ങിപ്പോര്. എന്നാ സംഭവം? തീർത്ഥാടനം. നിന്നെ കാണാൻ പോലും ഇല്ലല്ലോ. ആശാന നേരെ തിരിച്ചു വന്ന പരിപാടിക്കില്ലേ? ഞാൻ ജയ വരും. എന്നാ പോയിച്ചോ കേട്ടോ. എന്നാ എങ്ങോട്ടാ? അവിടെ പി.സിയുടെ അവിടെ ഇച്ചിരി പെയിന്റിംഗ് ഉണ്ട്. അവർ താമസം മാറി പോവാ. ഇച്ചിരി പണിയുണ്ടായിരുന്നു. കഴിഞ്ഞ് വന്നോ ഇല്ലേ? ഓ പുതിയ ഷർട്ടൊക്കെ ആണല്ലോ. അതൊക്കെ ഈ സെയിം ഷർട്ടിന്റെ ബ്ലൂ കഴിഞ്ഞ ദിവസം ആര് ഇവനെ ഞാൻ എത്ര നാൾ കൂടി കാണുമെന്നറിയോ? നമ്മുടെ ഇപ്പോൾ പഴം വയ്ക്കുന്ന അഷറപ്പണ്ണൻ്റെ മകൻ, മൂത്ത മകൻ. ഞാൻ ഒത്തിരി നാൾ കൂടി കാണുവാ. നീയൊക്കെ ഒരുങ്ങി നിൽക്കുകയല്ലേ പോകാൻ വേണ്ടി? ഇത് താഴെ ഈ പഴം മേടിച്ചാ? പഴം പോവാ ഉള്ളവിടെ. അവളെ ജയ പോയി അങ്ങോട്ട്. എന്നാണ്ട് എന്നാ പരിപാടി? പഴം വേണോ? പഴം വേണോ? പഴം അതെ ബാഗിനകത്തൊന്നുമില്ല. ബാഗി ചുമ്മാ ഉണ്ടാവില്ലേ? വേണ്ട ഇവിടെ നല്ല സൂപ്പറായിട്ട് കേൾക്കാം. പാട്ട് കേട്ടോ? നീ പാട്ട് കേട്ടോ? നാരായണനൊപ്പം അങ്ങനെ ഗാനമേള ആസ്വദിക്കുന്നുണ്ട്.
ഉണ്ടോ? അവിടെ കേൾക്കുന്നതിനെക്കാട്ടി നല്ല ക്ലിയർ ആയിട്ട് ഇവിടെ കേൾക്കാം. ഞാനും പറയട്ടെ പഠിക്കൂ. ആ ചോറൊക്കെ ഉണ്ടായിരുന്നു. ആ ശരി ശരി. ആ ആ ആ ശരി ശരി.